ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി അതിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 250 പോയിന്റ് ഡൗൺ ആയിട്ടുള്ള ഒരു കറക്ഷനോടെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലും ചില സ്റ്റോക്കുകൾ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ 52 വീക്ക് ഹൈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റിയിലുണ്ടായിട്ടുള്ള ഈ ഒരു കറക്ഷൻ അത്ര വലിയൊരു കറക്ഷനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 1% താഴെയുള്ള ഒരു കറക്ഷനാണ്. അതേസമയം ഡൗ ജോൺസിലൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള അതിലും വലിയ കറക്ഷനാണ്. അപ്പോൾ ഗ്ലോബലായിട്ടുള്ള കറക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കറക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ ഇനിയും ഈ ബജറ്റ് വരെ ഇത്തരത്തിലുള്ള വളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ബജറ്റിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ ഇന്ന് 10% വരെ അപ്സൈഡ് മൂവ് നടത്തിയ 2 സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. അത് ഒരേ സെക്ടറിലുള്ള സ്റ്റോക്കുകളായിരുന്നു. ടെലികോം സെക്ടറിലുള്ള ആ 2 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ R4Iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ 34% മുന്നോട്ട് പോയ ഒരു സ്റ്റോക്കാണ് ടാറ്റ ടെലി സർവീസസ് മഹാരാഷ്ട്ര ലിമിറ്റഡ് അഥവാ TTML എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇവരുടെ ഒരു ബിസിനസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. NSE തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് കഴിഞ്ഞ 8 ക്വാർട്ടറിൽ ലോസ് മേക്കിംഗ് കമ്പനിയാണ് ഇതെന്ന് NSE തന്നെ അവരുടെ വെബ്സൈറ്റിൽ സാക്ഷ്യപ്പെടുത്തിയ ഒരു കമ്പനിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ടാറ്റ ടെലി സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് വയർഡ് ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ മേഖലയിൽ അവർ പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, ഗോവ സംസ്ഥാനങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു ടെലികോം സർവീസ് പ്രൊവൈഡറാണ്. ഈ കമ്പനിയെക്കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടിരുന്നു. ടാറ്റ ഡോകോമോ എന്ന് പറയുന്ന ഒരു ടെലിഫോൺ സർവീസ് പ്രൊവൈഡർ നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ അവർ പിന്നീട് വലിയ നഷ്ടത്തിൽ വന്നതുകൊണ്ട് അത് എയർടെലിന് വിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു നേരിയൊരു സ്കെലറ്റൺ മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ടാറ്റ ടെലി സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. 19,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റുള്ള കമ്പനിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസൊക്കെ ഒരു പെന്നി സ്റ്റോക്ക് ലെവലിൽ വരെ താഴോട്ടേക്ക് പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ഒരു ട്രേഡിംഗ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രേഡിംഗ് വോളിയം 3,340 ലക്ഷത്തിൻ്റെ ഒരു ട്രേഡിംഗ് വോളിയമാണ് കാണുക. അതിൻ്റെ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ 3,529 കോടിയുടെ ഒരു ട്രേഡിംഗ് വാല്യൂ ഉണ്ടായത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് 19,000 എന്ന് പറഞ്ഞു. അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 5,118 കോടി വാല്യൂ ഉള്ള ഷെയർസാണ്. അപ്പോൾ അതിൽ തന്നെ ഇന്ന് കാണുന്നത് 9% ഒരു ഡെലിവറി പെർസെൻറ്റേജാണ് നമ്മൾ കാണുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്കിൽ ലോങ് ടേം വ്യൂവിലൂടെ എൻട്രി ചെയ്തവർ വളരെ കുറവാണ്. ടോട്ടൽ ട്രേഡിങ്ങിൻ്റെ ഒരു 10% മാത്രമേ അതുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇൻട്രാഡേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇതിൽ ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ലോങ് ഡെലിവറി എടുക്കാതെ ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തിക്കൊണ്ട് ഷോർട്ട് ടേം പ്രോഫിറ്റുകൾ ഉണ്ടാക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ബിസിനസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിൽസ് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. 112 കോടിയിൽ നിന്ന് അത് ആ ഒരു ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ആ ഒരു സെയിൽസ് ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 1,208 എന്നുള്ള നേരിയൊരു വ്യത്യാസം മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തെ ഒരു ഹിസ്റ്ററിയാണ് എന്നോട് പറഞ്ഞത്. ഇതേപോലെ കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അത് വളരെ പരിതാപകരമാണ്. ലോസ് എന്ന് പറയുന്നത് 3,714 കോടിയുടെ ലോസാണ്. അതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും 1,228 കോടിയുടെ ലോസിലാണ് കമ്പനി എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ലോസിൽ ഈ കമ്പനി പോകാനുള്ള കാരണം ഇതിൻ്റെ ഭീമാകാരമായ കടമാണ്. അപ്പോൾ ആ കടവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അടയ്ക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റാണ് ഇവരെ ലോസിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡെപ്റ്റ് പൂർണ്ണമായിട്ടും ഇല്ലാതാവാതെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഈ സ്റ്റോക്കിൻ്റെ കാര്യം ബിസിനസ് പരമായി നോക്കുമ്പോൾ വളരെ അബദ്ധം. എങ്കിലും ഈ സ്റ്റോക്കിൽ ഇങ്ങനെ ഒരു റാലി നടക്കുന്ന കാരണം എന്താണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഈ ജിയോ, എയർടെൽ, അതുപോലെ വോഡഫോൺ ഐഡിയ തുടങ്ങിയ പ്രൈവറ്റ് ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് ഈ അടുത്ത കാലത്താണ് വൻതോതിൽ അവരുടെ പ്രൈസ് ഹൈക്ക് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൈസ് ഹൈക്ക് കാരണം അവിടെ BSNLിലേക്ക് ആളുകൾ പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ BSNLിൽ ഒരു ബിസിനസ് സാധ്യത ഗവൺമെൻറ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് BSNLും ടാറ്റയും കൈകോർക്കുകയാണെന്നും അപ്പോൾ BSNL വമ്പിച്ച രീതിയിൽ തിരിച്ചു വരുമെന്നൊക്കെയുള്ള ഒരു വാർത്ത മൊത്തത്തിൽ മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ടാറ്റയും BSNLും കൈകോർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ TTML എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് ഇതിൻ്റെ 74% ഹോൾഡ് ചെയ്യുന്നത് ടാറ്റ സൺസ് ആണ്, അല്ലെ ടാറ്റ ഗ്രൂപ്പാണ്. അപ്പോൾ ടാറ്റയുടെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ടാറ്റയുടെ ഏത് കമ്പനി നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതൊരിക്കലും ഇൻവെസ്റ്റേഴ്സിനെ ചതിച്ചിട്ടില്ല എന്ന് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ ടാറ്റയും BSNLും കൈകോർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ടാറ്റ അതിലിടപെടുന്നു എന്നുള്ളത് വലിയൊരു
കാര്യമായിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BSNLന്റെ ഈ 4G നെറ്റ്വർക്കിലേക്കുള്ള മാറ്റം, അതിന് അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് TCS ആണ്, അല്ലാതെ അത് TTML അല്ല. പക്ഷെ ആളുകൾ ഇതിനെ ഈ TCSന്റെ ഈ ഒരു ടെക്നിക്കൽ സപ്പോർട്ടിനെ ടാറ്റ ടെലി സർവീസുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. എന്നാൽ അതിൽ യാതൊരു ഒഫീഷ്യലായിട്ടുള്ള യാതൊരു ന്യൂസും നമുക്ക് അവൈലബിൾ അല്ല. ഇനി വേറൊന്ന് കാണുകയാണെങ്കിൽ ഈ ടാറ്റ ഗ്രൂപ്പ് ഈയിടെ നമ്മൾ കേട്ടതാണ്, അവർ സെമി കണ്ടക്ടറിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള അനുമതി ഗവൺമെൻറ്റിൽ നിന്ന് നേടിയിരുന്നു. അപ്പോൾ ഗുജറാത്തിലും ആസാമിലുമാണ് ഈ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ആണ് ഈ ഒരു കോൺട്രാക്റ്റ് നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആസാമിൽ അവർ വലിയൊരു ക്വാണ്ടിറ്റി ലാൻഡ് അവർ ആസാം ഗവൺമെൻറ്റിന് ലീസിന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്തയും ആളുകൾ TTMLുമായിട്ട് കണക്ട് ചെയ്യാണ്. കാരണം ടാറ്റ ഗ്രൂപ്പിൻ്റെ TTML ആയിരിക്കും ഈ ഒരു ബിസിനസ് ചെയ്യുക എന്ന ഒരു ധാരണ പൊതുവെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂസായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ സ്റ്റോക്കിലൊരു മൂവ് ഉണ്ടാക്കാനുള്ള കാരണം. എന്നാൽ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് എവിടെയും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു റാലിക്ക് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിൻബലം ഇല്ലെങ്കിലും ഈ ടാറ്റ മോട്ടേഴ്സിൽ സംഭവിച്ചതുപോലെ നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സ് വർഷങ്ങളായിട്ട് ലോസിലായ ഒരു കമ്പനിയായിരുന്നു. ആ കമ്പനി ടാറ്റ അത് ഇപ്പോൾ പ്രോഫിറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലുള്ള ഒരു മാജിക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിക്കവറി ഈ സ്റ്റോക്കിലും നടക്കുമെന്ന് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് മുതലെടുക്കാൻ വേണ്ടി ഓപ്പറേറ്റർമാരും രംഗത്തുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റർ പ്ലേ ഈ സ്റ്റോക്കിൽ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയും. ഇപ്പോൾ GTL ഇൻഫ്ര എന്ന് പറയുന്ന സ്റ്റോക്ക് അതൊരു ടെലികോം സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഗെയിം നടന്നതായിട്ട് നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുക വളരെ ശ്രദ്ധിക്കും. പക്ഷേ ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിലും അത്തരത്തിലുള്ള ഗെയിം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 111 മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു ബ്രേക്ക്ഔട്ട് സാധ്യത ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു നെക്സ്റ്റ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 148 അതുവരെ എത്തണമെങ്കിൽ ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ള ഈ ന്യൂസുകൾ ഇതൊക്കെ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ജൂലൈ 24 കമ്പനിയുടെ റിസൾട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം മാനേജ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കമൻട്രി വരികയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 19,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു മിഡ് ക്യാപ് കമ്പനി ആണെങ്കിലും ഇവിടെ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെന്നി സ്റ്റോക്ക് പോലെ സമീപിക്കേണ്ട അല്ലെങ്കിൽ റിസ്ക് നിറഞ്ഞ ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ഇപ്പോഴും ഇത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചിത്രം മാറണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സോളിഡ് ആയിട്ടുള്ള കമൻറ്റുകൾ വരേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്കുള്ളത് MTNL ആണ്, മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്. ഈ നേരത്തെ നമ്മൾ TTML സ്റ്റോക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നേടിയ മറ്റൊരു സ്റ്റോക്കാണ് MTNL. ഇപ്പോൾ MTNL ഒരു PSU കമ്പനിയാണ്. നമുക്കറിയാം ടാറ്റ ഗ്രൂപ്പ് പോലെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് വളരെയധികം ട്രസ്റ്റ് നേടിയെടുത്ത സംഭവമാണ് PSU സ്റ്റോക്കുകൾ. അപ്പോൾ ഇതും ഒരു PSU സ്റ്റോക്കാണ്. സ്വാഭാവികമായിട്ട് ഇതിലും ഒരു റിക്കവറി ആളുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 64% ഒരു വമ്പിച്ച മൂവാണ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ MTNL എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് ഡൽഹി, ബോംബെ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ടെലിഫോൺ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ ഇവർക്ക് മൊറീഷ്യസിലും ഓപ്പറേഷൻസ് ഉണ്ട്. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയാണ്. അപ്പോൾ ഇവരെ ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്നുള്ള രീതിയിലാണ് മൊറീഷ്യസിലും ഇവരുടെ ഓപ്പറേഷൻ നടന്നത്. ഇതിൻ്റെയും ഒരു സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതും വളരെ അബദ്ധമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. 2,722 കോടി സെയിൽസ് 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കമ്പനി അത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2,317, 2,873 കോടി അങ്ങനെ കുറഞ്ഞ് 1,548 കോടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരികയാണ്. ഇനി പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇതേ അവസ്ഥയാണ്. ഇത് മറ്റൊരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. ഇവിടെ നോക്കുക -3,388 നിന്ന് അത് ഇപ്പോൾ ഏകദേശം 3,000 അടുത്ത് തന്നെയുള്ള ആ ഒരു ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ പോവുകയാണ്. ഇവിടെയും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരുടെ വലിയ ഡെറ്റാണ്. അപ്പോൾ ഈ കടം വീട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കമ്പനിയും ലോസിലേക്ക് പോയിട്ടുള്ളത്. ഈ കമ്പനിയുടെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും ഇവരുടെ ഡെലിവറി പെർസെൻറ്റേജ് ഏകദേശം 19%, ഏകദേശം 20% മാത്രമാണ്. അതായത് ആളുകൾ ലോങ് ടേം ഡെലിവറി ആയിട്ട് എടുക്കുന്നത് ഈ മൊത്തം നടന്ന ട്രേഡിൻ്റെ 20% മാത്രമാണ്. ബാക്കിയൊക്കെ ഇൻട്രാഡേ ട്രേഡിങ്ങും ഷോർട്ട് ടേം ട്രേഡിങ്ങുമാണ് അതിൽ നടക്കുന്നത് എന്ന് നമുക്കിത് ഈ ഡാറ്റയിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെയും NSE ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. കഴിഞ്ഞ 8 ക്വാർട്ടറിൽ ഈ കമ്പനി ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് NSE തന്നെ ഇവിടെയും സാക്ഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റയുടെ TTML കണ്ടതുപോലെ തന്നെ അതായത് 229 എന്നുള്ള ഹൈ
എത്തിയതിന് ശേഷം അവിടെ നിന്ന് തകർന്നടിഞ്ഞ ഒരു സ്റ്റോക്കാണിത്. അതാണ് ഇപ്പോൾ ജീവൻ വെച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ഈ ടെലികോം സെക്ടറിൽ മൊത്തത്തിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോക്കിൻ്റെയും മൊത്തത്തിലുള്ള ടെലികോം സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ ഒരു റാലി നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 5G നെറ്റ്വർക്കിലേക്ക് കമ്പനികൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ കുറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ താരിഫ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇവരുടെ ROCയും വൻതോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യമില്ല. അപ്പോൾ ഒരു 3Gയിൽ നിന്ന് ഒരു കമ്പനി 4Gയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ 4Gയിൽ നിന്ന് 5Gയിലേക്കൊക്കെ മാറുമ്പോൾ തുടക്കത്തിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നീട് ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൂടാതെ ഓർഗാനിക്കലായിട്ട് നമ്മൾ ജനങ്ങളുടെ 5G ഉപയോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മൊത്തത്തിൽ ടെലികോം സെക്ടറിലുള്ള കമ്പനികൾ പ്രോഫിറ്റബിൾ ആവാനുള്ള ROCയും ROEയും ഒക്കെ വർദ്ധിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ കടങ്ങളൊക്കെ ഇല്ലാതാവാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും പുതിയ ഈ താരിഫ് ഹൈക്കോട് കൂടിയും അതേപോലെ പുതിയ ഈ 5G റോൾ കൂടിയും സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിലൊക്കെ മൊത്തത്തിലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ GTL ഇൻഫ്ര എന്ന് പറയുന്ന ടെലികോം കമ്പനിയിൽ കണ്ടതാണ്. പക്ഷെ അവിടെയും നമ്മൾ ഓപ്പറേറ്റർ ഗെയിം കാണുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെലികോം കമ്പനിയിലെ സ്റ്റോക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് തീർച്ചയായും പരിശോധിക്കണം. ന്യൂസ് ബേസ്ഡ് ആയിട്ടാണെങ്കിലും ആ ന്യൂസ് എത്രമാത്രം ഓത്തൻറ്റിക് ആണ് അല്ലെങ്കിൽ അത് ആധികാരികമാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് കമ്പനിയുടെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരുന്നത് വരെ നമ്മൾ അത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.